ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്തതാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിട്ട്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല. എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിട്ട്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും മോശമായിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത് ഞങ്ങള് ഉണ്ടെന്ന് പറയും. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഞാനാണ് വിളിക്കണത് എന്ത് വാണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ തമാശക്കാരും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. കൺമശി വാണെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. ഫോണ് തുറന്ന് നോക്കാൻ പറ്റില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വെക്കുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. ശവത്തി കുത്തിയത് കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിന് റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തത്. ഫുള്ള് തെറി, അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എനിക്കത് അറിയണ്ടെന്നില്ല. ആ വീഡിയോ ആണ് മൊത്തത്തില് കേറി പോയിട്ടുള്ളത്. ഇങ്ങനെ ചളവാക്കിയല്ലേ? ആക്കിയതല്ല ജോൺസാ, ആയി പോയതാ. എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കൺമേശി വേണമെന്നൊക്കെ എന്നെ വിളിക്കണം. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. മൊത്തത്തില് കിളി പോയിരിക്കാണ്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. ഞാൻ പറയല്ലേ ഗൈസ്, എനിക്ക് ഇത്രേ പറയുള്ളൂ. അതായത് മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.